عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസം ജീവിതത്തിൻ്റെ നാനാതുറകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ തെളിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്ന വെളിപാടുകൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും അതിലൂടെ ഇഹപരലോകങ്ങളിൽ യഥാർത്ഥ വിജയികളായി ഉയരുവാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലതു മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തർക്കും അവർ ശീലിച്ചു പോന്ന സംസ്കാരവും ശൈലിയും രാഷ്ട്രീയ രംഗത്തുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരിയായി പരമ്പരാഗതമായി നമ്മൾ ശീലിച്ചു പോന്ന, നാം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന രാഷ്ട്രീയ സംസ്കാര പാഠങ്ങൾക്കപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുകയും അവിടുത്തെ സഹാബികൾ പകർത്തിയെടുക്കുകയും ചെയ്ത ജീവിതത്തിന്റെ ഉത്തമമായ ഉദാത്തമായ സാമൂഹിക രാഷ്ട്രീയ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു മുസ്ലിം അവന്റെ രാഷ്ട്രീയ രംഗത്ത് വിജയിയായിത്തീരുന്നത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചരിത്ര പുരുഷനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു.
ഖലീഫ ഉമറിന്റെ ചരിത്രം ലോകമെമ്പാടുമുള്ള ചരിത്ര കുതുകികൾക്ക് എന്തെന്നില്ലാത്ത ആവേശമാണ്. ജനസേവന രംഗത്ത് വലിയ പാഠങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹു സമ്മാനിക്കുന്നത്. അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ഹിംസിലെ ഗവർണറായി നിയമിക്കുകയുണ്ടായി. ജനസേവന തൽപരതയിലും വിശ്വസ്തതയിലും ഉത്തരവാദിത്ത നിർവഹണത്തിലും സാമൂഹ്യ ബോധത്തിലും സർവോപരി ദൈവഭക്തിയിലും അഗ്രഗണ്യനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഒരു പ്രവിശ്യയിലെ ഗവർണറായി നിയമിക്കുകയുണ്ടായി. ഹിംസിൽ, കൂഫയിൽ. കൂഫ അന്നറിയപ്പെട്ടിരുന്നത്, അന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ നാട്ടുകാരെ വിശേഷിപ്പിച്ചിരുന്നത് കുവൈഫ എന്നാണ്. കുവൈഫ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം, കുവൈഫ എന്നാൽ കൊച്ചു കൂഫ എന്നാണ്. അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം, ആ നാട്ടുകാര് എപ്പോഴും പരാതി പറയുന്ന പ്രകൃതക്കാരാണ്. പരാതി കുറച്ച് കൂടുതലുള്ള ആളുകളാണ്. അങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു കൂഫയിലെ ജനങ്ങൾക്കിടയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനസമ്പർക്ക പരിപാടികളിൽ ഏർപ്പെട്ട് അവരുടെ പരാതികൾ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ ക്ഷേമാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കൂഫക്കാരായ ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ അമീറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ ഭരണാധിപൻ, നിങ്ങളുടെ ജനപ്രതിനിധി, നിങ്ങൾ തിരഞ്ഞെടുത്തയാൾ, അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമീറിനെ പറ്റി ഞങ്ങൾക്ക് ചില പരാതികൾ പറയാനുണ്ട്. ഞങ്ങൾക്ക് പറയാനുണ്ട്, അമീർ മുഅ്മിനീൻ അത് കേൾക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വേള സ്തബ്ധനായിരുന്നു. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരൻ ദൈവഭക്തനായ, പടച്ചവനെ ഏറ്റവും അധികം ഭയപ്പെടുന്ന, സദാ സേവന സന്നദ്ധനായ, ആരുടെ കാര്യത്തിലും നന്മയ്ക്കും ക്ഷേമത്തിനും അത്യാർത്തി പൂണ്ട, ആർക്കും മാതൃകയായ സഈദിനെ പറ്റിയാണോ ഇവർക്ക് പരാതി? പടച്ചവനെ, അവരുടെ പരാതി സത്യമാവാതിരിക്കട്ടെ എന്ന് ആത്മഗതം ചെയ്തുകൊണ്ട് ആ നാട്ടുകാരെ അവിടെ ക്ഷണിച്ചിരുത്തി, എന്താണ് നിങ്ങളുടെ പരാതി? ആ പരാതി കേൾക്കാനും ന്യായം ബോധിപ്പിക്കാനും വേണ്ടി മറുഭാഗത്ത് അവരുടെ ഭരണാധിപൻ അമീർ സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചിരുത്തി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പരാതി? ആ പരാതികൾ അവർ ഒന്നൊന്നായി പറയാൻ തുടങ്ങി. നമ്പർ 1 അവർ പറഞ്ഞു, ഞങ്ങളുടെ ഭരണാധിപൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കുറച്ച് താമസിച്ചു മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. അദ്ദേഹം ജനങ്ങളുടെ ക്ഷേമാന്വേഷണം നടത്താനും ജനങ്ങളുടെ ഭരണപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും വളരെ താമസിച്ചു, കുറച്ച് വൈകി മാത്രമേ, അല്പമൊന്ന് താമസിച്ചു മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. ഈ പരാതിയെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അവിടുത്തെ അമീറായ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഇത് ഞാൻ ആരുടെ മുമ്പിലും വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ നിന്നെ സമാധാനം ബോധിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ എന്റെ വീട്ടുകാർക്ക് ജോലിയിൽ സഹായിക്കാൻ വേലക്കാരാരുമില്ല. ഞാൻ അവരെ സഹായിക്കുന്നതിന് വേണ്ടി, എന്റെ വീട്ടു ജോലികളിൽ എന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ അവരോടൊപ്പം നിന്നിട്ട് പണിയെടുക്കുകയാണ്, ഭക്ഷണം പാകം ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജനങ്ങളിലേക്ക് വരാറുണ്ട്. രണ്ടാമത്തെ പരാതി എന്താണ്? രണ്ടാമത്തെ പരാതി അവർ പറഞ്ഞു, ഞങ്ങളുടെ ഭരണാധിപൻ അദ്ദേഹം രാത്രികാലങ്ങളിൽ ജനങ്ങളുടെ ഒരു പരാതിയും കേൾക്കാറില്ല. എന്തുകൊണ്ടാണത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പകൽ സമയം മുഴുവനും എന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നീക്കി വെച്ചിട്ടുള്ളത്. രാത്രികാലം എന്റെ അല്ലാഹുവിന് വേണ്ടിയുമാണ്. പടച്ചവനുമായിട്ടുള്ള ഇബാദത്തുകളിലാണ് ഞാൻ. പകലിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങളിലാണ്. അതുകൊണ്ടാണ് എനിക്കതിന് സാധിക്കാതെ പോകുന്നത്. വീണ്ടും അവരുടെ പരാതി കേട്ടു. ഇനി എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണാധിപനെ പറ്റി പറയാനുള്ളത്? അവർ പറഞ്ഞു, മാസത്തിൽ ഒരു ദിവസം ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം വരാറേയില്ല. മുഴുസമയ സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നതിന് തടസ്സം മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം ലീവ് എടുക്കുന്നു എന്നതാണ്. മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം വരുന്നില്ല ഞങ്ങളിലേക്ക്. അദ്ദേഹം പറഞ്ഞു മറുപടി, എനിക്ക് ഞാൻ ഉടുത്തിരിക്കുന്ന ഈ തുണിയല്ലാത്ത മറ്റൊന്നും എനിക്കില്ല. എന്റെ വീട്ടിൽ വേലക്കാരനുമില്ല. ഞാൻ എന്റെ ഈ തുണി അതിനെ ഞാൻ അലക്കി വെളുപ്പിച്ച് ഉണക്കിയെടുത്ത് വരാനുള്ള സമയമാണ്. അത്രയും സമയം വൈകിപ്പോകാനുള്ള കാരണം. അതുകൊണ്ട് മാസത്തിൽ ഒരു ദിവസത്തിൽ ഞാൻ വൈകുന്നേരമായി പോകാറുണ്ട് ജനങ്ങളിലേക്ക് എത്താൻ. നാലാമത്തെ അദ്ദേഹത്തിന്റെ പരാതി അവർ ചോദിച്ചു. അവർ പറഞ്ഞു, അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഇടയ്ക്കിടെ ബോധക്ഷയം സംഭവിക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് അത് തടസ്സമാവുന്നുണ്ട്. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഇത് ഞാൻ നിർബന്ധിതാവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. എന്താണെന്നറിയുമോ? ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇസ്ലാമിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തെ ഖുറൈശികൾ ബദറിൽ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി പിടികൂടി കൊണ്ടുപോയി ഒരു മരക്കുരിശിലേറ്റി അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മുറിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ രംഗം അന്ന് ഞാൻ തൊട്ട് മുമ്പിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അന്ന് അവർ ആ ഖുറൈശികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഖുബൈബേ, നിന്നെ ഞാൻ വിട്ടുതരാം. നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദാണ് ഈ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ നീ അത് ഇഷ്ടപ്പെടുമോ? നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ നീ അത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കപ്പെടുന്നതും ഞാൻ എന്റെ വീട്ടിൽ ഭാര്യ മക്കളുമായി സന്തോഷത്തോടെ കഴിയുന്നതും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അദ്ദേഹം പറയുകയുണ്ടായി, ലാ ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റായി വദാലിക ഫീ ദാത്തിൽ ഇലാഹി വനിയശ യുബാരിക അലാ ഔസാലി ഷിൽബിൻ മുമസ്സായി. എന്റെ ശരീരം ഇത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിന്നിച്ചിതറുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ ഓരോ ചിതറുന്ന അവയവ ഭാഗങ്ങളിലും അംശങ്ങളിലും അല്ലാഹുവിന്റെ ഐശ്വര്യങ്ങൾ വർഷിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. ആ നിസ്സഹായമായ അവസ്ഥയിൽ വിശ്വാസത്തെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മരക്കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു, അന്ന് ഞാൻ മുസ്ലിമായിരുന്നില്ല. ആ രംഗം ഞാൻ ഓർമ്മിക്കുമ്പോൾ അന്നൊരു മർദ്ദിതനായ സഹോദരൻ സഹായത്തിന് വേണ്ടി പിടയ്ക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ
അതിന്റെ പേരിൽ ഞാൻ എന്റെ പടച്ചവന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമോ എന്നോർക്കുമ്പോൾ എനിക്ക് മോഹാലസ്യപ്പെട്ടു പോവുകയാണ്, എന്റെ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ രംഗം എന്നെ ഇടയ്ക്കിടെ വേട്ടയാടാറുണ്ട്. ഇതാണ് ഞാൻ ജനങ്ങൾക്കിടയിൽ കാര്യനിർവഹണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോധക്ഷയം വരാൻ കാരണമെന്ന് മഹാനായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇതെല്ലാം കേട്ട ഉമർ റളിയല്ലാഹു അൻഹു താൻ സഈദ് റളിയല്ലാഹുവിനെ പറ്റി ചിന്തിച്ചിരുന്നത് അതിലൊരു മാറ്റവും വരുത്തേണ്ടി വന്നിട്ടില്ലല്ലോ. ഇദ്ദേഹം അത്യുന്നതനായ ഒരു മഹാൻ എന്ന പദവിയിൽ നിന്ന് എന്റെ മനസ്സിൽ ഒരു പടി പോലും താഴെ ഇറങ്ങിയിട്ടില്ല. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം സഈദ് റളിയല്ലാഹുവിന്റെ കുടുംബത്തിന് വേണ്ടി 1000 സ്വർണ്ണ ദീനാർ എടുത്ത് അദ്ദേഹത്തിന് വേണ്ടി നീക്കിവെക്കുകയുണ്ടായി. ഇത് കൊണ്ടുപോയി നിങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ, പ്രയാസങ്ങൾ മാറ്റാൻ, ഉടുതുണിക്കൊരു മറുതുണി വാങ്ങാൻ, വീട്ടു ജോലിക്കൊരു വേലക്കാരനെ വെക്കാൻ, അതേപോലെ അവരുടെ പ്രയാസങ്ങൾ നീക്കാൻ അതിനുവേണ്ടി കൊടുത്തപ്പോൾ സന്തോഷത്തോടുകൂടി ഭാര്യ അത് സ്വീകരിച്ചു, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. പക്ഷേ അവിടെയും സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ കടന്നു പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവളെ, നമ്മൾ ഇത് കൊണ്ടുപോയി സുഖമായി ജീവിച്ചാൽ, ഇത് പൊതുമുതലാണ്, സുഖമായി ജീവിച്ചാൽ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ബൈത്തുൽ മാലിന്റെ പൊതുമുതലിന്റെ സമ്പത്ത് പറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി പോകുന്നുണ്ട്. ഇത് നമ്മൾ എടുത്തുപയോഗിച്ചാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള പ്രതിഫലം കുറഞ്ഞു പോകില്ലേ? സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമോ? അതുകൊണ്ട് നമ്മളെക്കാൾ ആവശ്യക്കാർ ഈ നാട്ടിലുള്ളപ്പോൾ നമുക്കിത് വേണ്ട. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചോദിച്ചു വരുന്നവർക്കും അവകാശപ്പെട്ടവർക്കും നമുക്ക് വിതരണം ചെയ്യാം. അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് നമുക്ക് ഒരു ബാലൻസായി മാറും, കടമായി മാറും, ഇത് വായ്പയായി മാറും. അല്ല നമുക്ക് തിരിച്ചു തരും. നാളെ അവരെ നമുക്ക് കടം കൊടുക്കാം. ഭാര്യ, ഈമാൻ നിറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവനെ അങ്ങനെ ചെയ്യുക, അല്ലാഹു തആല തീർച്ചയായും നമുക്ക് പ്രതിഫലം നൽകും. അങ്ങനെ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അത് മുഴുവനും എടുത്ത് ജനങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ വിതരണം ചെയ്തു എന്നാണ് ചരിത്രം. സഹോദരങ്ങളെ, രോമാഞ്ചജനകമായ 1000 നീതിയുടെ, സത്യത്തിന്റെ, ക്ഷേമത്തിന്റെ, ജനസേവന പ്രവർത്തനങ്ങളുടെ ചരിത്ര പാഠങ്ങളിലൂടെയല്ലാതെ ഒരു പ്രവാചകനെയോ ഒരു സഹാബിയെയോ കഴിഞ്ഞുപോയൊരു മഹാത്മാവിനെയോ നമുക്ക് അനുസ്മരിക്കാൻ സാധ്യമല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രത്തോളം രോമാഞ്ചജനകമായ ഈ അവസ്ഥ നമുക്ക് വേറെ ആരുടെയും ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ഇസ്ലാമിന്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഇസ്ലാമിന്റെ ജനസേവന പ്രവർത്തനം, ഇസ്ലാമിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഈമാനിന്റെ പ്രചോദനത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഉമർ റളിയല്ലാഹു തആല അവരെ പഠിപ്പിച്ചിരുന്നു. എന്താണ്? തങ്ങളുടെ ഭരണാധിപൻ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇലക്ഷന്റെ സമയത്ത് മാത്രം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും അമ്മയെന്നോ പെങ്ങളെന്നോ സഹോദരിയെന്നോ ഉമ്മയെന്നോ സഹോദരനെന്നോ വിളിച്ചിട്ടില്ലാത്തവർ ആദ്യമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങളെ ആ രൂപത്തിൽ കൃത്യമായ നിലയിൽ സംബോധന ചെയ്യുകയും, ചിരിക്കാത്തവൻ ചിരിക്കുകയും, സേവനം ചെയ്യാത്തവൻ സേവനം ചെയ്ത് കാണിച്ച് സെൽഫി എടുത്ത് പ്രചരിപ്പിക്കുകയും, മൺവെട്ടിയെടുക്കാത്തവൻ മൺവെട്ടിയെടുത്ത് വെട്ടിക്കിളച്ച് കാണിച്ചു കൊടുക്കുകയും, വ്യാജമായ പ്രൊഫൈലുകളും പിക്ചറുകളും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും, താൻ ഒരു ജനസേവകനാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആളുകളുടെ വോട്ട് തട്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അവസാനം അവൻ സുഖിക്കാൻ വേണ്ടി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയും, എപ്പോഴെങ്കിലും ഒരു ഒപ്പ് ചാർത്താൻ, എപ്പോഴെങ്കിലും
കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകതരം താരപരിവേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതായിരിക്കും. അവിടെ പഞ്ചായത്തുകളിലുള്ള അവകാശങ്ങൾ, കോർപ്പറേഷനുകളിൽ ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാത്തവരായിരിക്കും. സഹോദരങ്ങളെ, തീർച്ചയായും അത്തരത്തിൽ ജനങ്ങളുടെ അവകാശം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്ന് അല്ലാഹുവിന്റെ ഹക്കുകൾ, അവന്റെ അവകാശങ്ങൾ, അവനോടുള്ള ബാധ്യതകൾ അത് നിറവേറ്റണം. അത് വിശ്വാസത്തിലൂടെ, ആരാധനകളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ അള്ളാഹുവിനോടുള്ള ഹക്കുകൾ പാലിക്കണം. രണ്ടാമത്തത് അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് ജനങ്ങളോടുള്ള ഹക്കുകൾ, അവന്റെ അവകാശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവന് കൊടുക്കേണ്ട ബാധ്യതകൾ അത് നമ്മൾ നിറവേറ്റേണ്ടത്. ഭരണാധിപന്മാരിൽ നിന്നും കിട്ടേണ്ടത് വാങ്ങിയെടുത്തു കൊടുത്ത് അവരുടെ അവകാശങ്ങൾ വീട്ടേണ്ട ബാധ്യത ഭരണാധിപന്മാർക്കുണ്ട്. ഏതു തരത്തിലുള്ള ജനസേവന പ്രവർത്തകർക്കുമുണ്ട്, ജനപ്രതിനിധികൾക്കുമുണ്ട്. അത് നിറവേറ്റിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിലെ ജനങ്ങളെ ഉൾപ്പെടെ പഠിപ്പിച്ചു വെച്ചിരുന്നത് അതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഭരണാധിപൻ രാവിലെ പുറത്തിറങ്ങുമ്പോൾ, ജനസേവനത്തിന് ഇറങ്ങുമ്പോൾ അല്പമൊന്ന് വൈകിപ്പോകുന്നു, പ്രാതൽ തയ്യാറാക്കിയിട്ട് ഇറങ്ങി വരേണ്ട ഒരു താമസം അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് പരാതിയായി പറയുമ്പോൾ അവരെ പഠിപ്പിച്ചു വെച്ച ജനപ്രതിനിധികളുടെ സേവന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഉമർ റളിയല്ലാഹു തആല അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങളെ, മാസത്തിൽ ഒരു ദിവസം തങ്ങളുടെ പ്രതിനിധിയെ കാണാനില്ല എന്ന് പരാതി പറയുന്ന ഒരു ജനങ്ങളെ എന്ത് ശീലമാണ് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്? ജനങ്ങളുടെ സേവനം മുഴുസമയ പ്രവർത്തനമാണ്. രാത്രിയിൽ പരാതി പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ജനങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു വെച്ചത് എന്താണ്? രാവും പകലും ജനങ്ങൾക്കൊപ്പം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വാതിൽ തുറന്നിടണം എന്നാണ്. എന്നാൽ മറുഭാഗത്ത് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് എന്താണ്? മുഴുസമയ ജനസേവന പ്രവർത്തനങ്ങളിൽ നിരതനായിരിക്കുമ്പോഴും തന്റെ കുടുംബത്തെ മറക്കരുത്. തന്റെ കുടുംബത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്കും സഹായ പ്രവർത്തനങ്ങൾക്കും ഏതെങ്കിലും സൗജന്യങ്ങൾ പറ്റിക്കൊണ്ട് അന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ വീട്ടുവേലക്കാള വെക്കുകയും സെക്യൂരിറ്റി ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് ബൈത്തുൽ മാലിൽ നിന്ന്, പൊതുസമ്പത്തിൽ നിന്ന് പണം പറ്റരുത്. നേരത്തെ ജീവിച്ചതുപോലുള്ള ലളിതമായ ജീവിതത്തിൽ മാറ്റം വരരുത്. മുൻകാല ജീവിത ശൈലിയിൽ നിന്നും മാറ്റം വരരുത്. താൻ ജനസേവകനായി മാറിയപ്പോൾ തനിക്ക് ഇന്നലെ വരെ ഉണ്ടാവാത്ത വീടും കൊട്ടാരങ്ങളും സ്ഥല സൗകര്യങ്ങളും പാർപ്പിട സൗകര്യങ്ങളും എസ്റ്റേറ്റുകളും ആളുകൾക്ക് വന്നു കയറുകയാണ്. അത് പാടില്ല. സഈദ് റളിയല്ലാഹു തആല പഠിപ്പിച്ചത് അതാണ്. തന്റെ വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, സഈദ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ പഠിപ്പിക്കുന്നത്, താൻ പകലിൽ ജനങ്ങളുമായി കഴിയുമ്പോഴും ഒരു ജനപ്രതിനിധി അവന്റെ പടച്ചവനുമായി രാത്രികാലങ്ങളിൽ അവൻ സ്നേഹഭാഷണങ്ങളിലായിരിക്കണം. ഇബാദത്തിന് അവൻ സമയം കണ്ടെത്തണം. ഈ രണ്ട് ബന്ധങ്ങളാണ് ഏറ്റവും മനോഹരമായ ബന്ധങ്ങൾ. അതാണ് സഈദ് റളിയല്ലാഹു തആല ഇവിടെ കാണിച്ചു തരുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? അവിടെ ജനസേവകരായ, മുഴുസമയ ജനസേവകരായ ആളുകൾ ജനസേവനത്തിൽ മുഴുകുമ്പോൾ അവരുടെ ജീവിതം വഴിമുട്ടിപ്പോകരുത്. അതുകൊണ്ട് ആവശ്യമായ ഉപജീവന ഉപാധികൾ പൊതുസ്വത്തിൽ നിന്നും, ബൈത്തുൽ മാലിൽ നിന്നും, ഖജനാവിൽ നിന്നും, ഗവൺമെന്റിൽ നിന്നും അവിടെ സേവന പ്രവർത്തനങ്ങൾ നിരതരാകുന്ന ആളുകൾക്ക് കൊടുക്കണം. സഈദ് റളിയല്ലാഹു തആല അല്ലാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടാണ് ആ സമ്പത്ത് വാങ്ങാത്തത്. സഈദ് റളിയല്ലാഹു തആല അല്ലാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടും ലളിത ജീവിതം ആഗ്രഹിച്ചത് കൊണ്ടുമാണ് അത് സംഭവിച്ചത്. അതേസമയം ദാരിദ്ര്യം വന്നാൽ ജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ തയ്യാറാകുന്ന ആളുകൾ ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഗവൺമെന്റ് അവരുടെ സേവനത്തിനുള്ള വേതനം കൊടുക്കേണ്ടതുണ്ട്. ആവശ്യമായ വേതനം കൊടുക്കണം. പട്ടിണിയും പരിവട്ടവും ഇല്ലാത്ത വിധത്തിൽ
ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വേറെ പാഠങ്ങളുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലാണോ എന്ന് നമ്മൾ നോക്കണം. പണ്ടെന്നോ ഓരോ സ്ഥാനാർത്ഥികളും അങ്ങനെ ചിന്തിക്കണം. സ്വയം ഓരോ സമ്മതിദാനം രേഖപ്പെടുത്തുന്നവരും അങ്ങനെ ചിന്തിക്കണം. എന്താണ് ഒരു സമ്മതിദാനം എന്ന് പറഞ്ഞാൽ? അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അമാനത്താണ്. അതൊരു സാക്ഷ്യമാണ്, ഷഹാദത്താണ്, അതൊരു ശഫാഅത്താണ്, അതൊരു ശുപാർശയാണ്. അമാനത്ത്. ഞാൻ ഇന്നയാളെ പിന്തുണച്ചാൽ അയാൾ ചെയ്യുന്ന നന്മകളിൽ എനിക്ക് പങ്കാളിത്തമുണ്ടാകും, അവൻ ചെയ്യുന്ന തിന്മകളിൽ ഞാൻ ഉത്തരവാദിയാകും. അതേപോലെ തന്നെ എന്റെ ശുപാർശയാണ്, ഇയാൾ യോഗ്യനാണ് എന്ന, മറ്റുള്ളവനേക്കാൾ യോഗ്യനാണ് എന്ന ശുപാർശയാണ്, ശഫാഅത്താണ് ഒരു വോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു സാക്ഷ്യമാണ്. നമ്മൾ ഇയാൾ ശരിയായവനാണ് എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ അർത്ഥത്തിലെല്ലാം ഗൗരവത്തോടുകൂടി സമ്മതിദായകർ അവരുടെ വോട്ടുകൾ വിനിയോഗിക്കുകയും അത് വാങ്ങുന്ന ആളുകൾ താൻ പടച്ചവൻ ഏൽപ്പിച്ച ചുമതലയാണെന്നും അത് ഒരു വിവേചനവുമില്ലാതെ ജനങ്ങൾക്ക് മുഴുവൻ അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള നിതാന്തമായ ശ്രമത്തിൽ ഏർപ്പെടേണ്ടതുണ്ടെന്നും ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, അടുത്ത സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. കണ്ണൂർ ഭാഗത്തുള്ള ഒരു വാർഡിലേക്ക് മത്സരിക്കുന്ന ഒരു സഹോദരൻ, ഒരു മുസ്ലിം സഹോദരൻ, അദ്ദേഹത്തിന്റെ പാർട്ടി രണ്ടാമതും മത്സരിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടാവാം. സാധ്യമായത്ര അദ്ദേഹം സേവന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നത്. രണ്ടാമതും അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽപ്പെടുത്തിയപ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് നേതാവിന്റെ അടുക്കൽ വന്നു നിന്നിട്ട് ഇദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒരുപാട് തവണ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സാഹിബേ, എന്നെ പാർട്ടി കഴിഞ്ഞ തവണ ഏൽപ്പിച്ചു, ഞാനത് ഏറ്റെടുത്തു, ഞാൻ വിജയിച്ചു, എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷേ ഞാൻ ഭയപ്പാടിലാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമോ? ഇനി ഒരു 5 കൊല്ലത്തെ പാപഭാരം കൂടി എനിക്ക് ഏറ്റെടുക്കാൻ കഴിയൂല, എനിക്ക് ഭയമാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ആ സഹോദരനോട് ആ നേതാവ് പറഞ്ഞു അത്രേ, ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്നതിനും അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരില്ലേ സഹോദര? അതുകൊണ്ട് മറ്റാരുമില്ലാത്തപ്പോൾ നിങ്ങൾ തന്നെ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച രംഗം ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിക്കാനിടയായി. അല്ലാഹു തആല ആ സഹോദരങ്ങളെ സ്വീകരിക്കുമാറായി. സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു മാതൃകയാണ്. ഒരുപാട് കനാന്തകാലങ്ങൾക്കിടയിൽ അവിടെ മിന്നാമിനിങ്ങിന്റെ ചെറുതാം വെട്ടം നമ്മുടെ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും കണ്ടെന്നു വരാം. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം ഭയങ്കരമായ അപകടത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവരെ എല്ലാ ശീലങ്ങളും മാറ്റിവെച്ച് ഈമാനിന്റെ, അമാനത്തിന്റെ, ഷഹാദത്തിന്റെ, ശഫാഅത്തിന്റെ ഒരു സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. അത് ഏത് പാർട്ടി, ഏത് നിറം, ഏത് കൊടി എന്നൊന്നും ഭേദമില്ല. അതിന് സ്വന്തമായി അവനവന്റെ മനസ്സാക്ഷിയും ഈമാനും മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു തെളിച്ചതുപോലുള്ള വെട്ടിത്തിളങ്ങുന്ന രാജപാതകൾക്ക് മുമ്പിൽ നിന്ന് ഈ വിശുദ്ധ വചനം നമുക്ക് ഓതി നോക്കാം. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, പൂർവികരായ വസ്സാബിഖൂനൽ അവ്വലൂൻ, മുൻകടന്നുപോയ പൂർവികരായ ആളുകൾ,
മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നുപോയ സഹാബികൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സഹാബികൾ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആലയെ പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലയെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലയെ പോലെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അങ്ങനെ നിരവധിയായ സഹാബയെ കിറാമിനെ പോലെ ആ മുൻകടന്നുപോയ ഉത്തമ കാലത്തെ ഉന്നതന്മാരായ സഹാബികൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ നന്മയോടുകൂടി, ഇഹ്സാനോടുകൂടി, ഭയഭക്തി വിചാരത്തോടുകൂടി അവരെ പിന്തുടർന്നവർ, റളിയല്ലാഹു അൻഹും, അവരുടെ കാര്യത്തിൽ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളൂ അൻ, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി, അവർക്ക് അല്ലാഹു അരുവികൾ ഒഴുകുന്ന, തഹ്തഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ ഒരുക്കി വച്ചിരിക്കുന്നു, ഖാലിദീന ഫീഹാ, അവർ അതിലെന്നും ശാശ്വതവാസികളായിരിക്കും, ഖാലിദീന ഫീഹാ അബദ, ദാലിക്കൽ ഫൗസുൽ അലീം, അത് മഹത്തായ വിജയമാണ്, അത് മഹത്തായ വിജയമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സഹാബാക്കൾ പഠിപ്പിച്ച ഒരു സംസ്കാരം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് അറിയിപ്പുകളുണ്ട്. ഒന്ന് ജനാസ നമസ്കാരമാണ്. ഒന്ന് അമീർ സാഹിബ്, മറ്റൊന്ന് മുഹമ്മദ് ബദരിയ കാസർഗോഡ്. അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ജനാസ നമസ്കാരം ഉണ്ടായി. മറ്റൊന്നൊരു ദുആ വസിയത്താണ്. അബൂബക്കർ ഹാജി ചാലിശ്ശേരി അവർകള് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഐസിയുലാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പല സഹോദരങ്ങളും നമ്മുടെ കൂട്ടത്തിൽ ഉസ്താദുമാരായി, നമ്മുടെ മഹല്ലിലുള്ള അംഗങ്ങളായി, നമ്മുടെ ബന്ധുക്കളായി പലരും പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് വളരെ പ്രയാസപ്പെടുകയും അത്യാസന്ന നിലയിൽ കഴിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ ഹാജിയുടെയും ഈ പറയപ്പെട്ട നാം മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളുടെയും എല്ലാ അസുഖങ്ങളും പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ, ഹിദായത്തോടെ, ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന് പരിപൂർണമായ ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും എല്ലാ തരത്തിലുമുള്ള മാറാവ്യാധികളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകം മുഴുവൻ പിടിപെട്ടിരിക്കുന്ന കൊറോണ വൈറസിൽ നിന്നും അല്ലാഹു എത്രയും പെട്ടെന്ന് ലോകത്തെ മനുഷ്യരെ അഖിലം രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും അതിന്റെ പിടുത്തത്തിൽ നിന്ന് അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. നമ്മെ ബാധിച്ചിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി അവന്റെ സ്വർഗം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബക്കറ്റ് കളക്ഷനാണ്. കഴിവിന്റെ പരമാവധി എല്ലാവരും നമ്മുടെ ബക്കറ്റിലേക്ക് പള്ളിക്ക് വേണ്ടിയുള്ള സംഭാവന എന്ന നിലയിൽ ബക്കറ്റ് കളക്ഷനിൽ പങ്കാളികളാവണം. അല്ലാഹു നമ്മുടെ സദഖകൾ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.